ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. മകർ സംക്രാന്തി സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് സംക്രാന്തിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതെന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ആക്ച്വലി എല്ലാവർക്കും അറിയണ പോലെ തന്നെ മകർ സംക്രാന്തി എന്ന് പറയുന്നത് സൂര്യൻ്റെ മകര രാശിയിലേക്കുള്ള സംക്രമണം. അത് ഓരോരോ സ്റ്റേറ്റ്സിൽ ഡിഫറെൻറ്റ് നെയിംസിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണു. ഇവിടെ കർണാടകയിൽ മകർ സംക്രാന്തി എന്ന് പറയും, തമിഴ്നാട്ടിൽ പൊങ്കൽ, പിന്നെ നോർത്തിലൊക്കെ ബിഹു, ലോഹരി, ഉത്തരായൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരിലും സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ രാവിലത്തെ മോർണിംഗ് റുട്ടീനൊക്കെ ശേഷം ഞാൻ എന്തൊക്കെയാണെന്ന് കുക്ക് ചെയ്തതെന്നാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ സ്റ്റേറ്റ്സിലത്തെയും വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ട് എള്ള്, ജാഗരി, അങ്ങനെയുള്ള കാൽഷ്യം, അയൺ അങ്ങനെയൊക്കെയുള്ള ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള ഫുഡൊക്കെ കഴിക്കണം എന്നാണ് പറയുക. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്തതെന്നാണ് ഇന്നത്തെ വ്ളോഗിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ലഡ്ഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് എള്ളും ആഡ് ചെയ്തിട്ട്, പിന്നെ ഡേറ്റ്സ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് അതെല്ലാതും ഇൻഗ്രീഡിയൻസ് എല്ലാതും മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ബിക്കോസ് അതിനെ ലഡ്ഡു ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കുമല്ലോ. പിന്നെ ആസ് യൂഷ്വൽ പൊങ്കൽ, അത് കാരപ്പൊങ്കൽ ആദ്യം ഉണ്ടാക്കി. പൊങ്കലിൻ്റെ റെസിപ്പി വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. കാരപ്പൊങ്കലിനും സ്വീറ്റ് പൊങ്കലിനും, അതായത് എരിവുള്ള പൊങ്കലും പിന്നെ സ്വീറ്റ് പൊങ്കലും, അതിന് രണ്ടിനും കൂടിയിട്ടുള്ള അരിയും ചെറുപയർ പരിപ്പും രണ്ടും കൂടെ ഞാൻ കുക്കറിൽ ഒരുമിച്ച് വേവിച്ച്, മോസ്റ്റ് ഓഫ് ദ പാർട്ട് കാരപ്പൊങ്കലിന് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് സ്വീറ്റ് കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ, അപ്പോൾ കുറച്ച് പോർഷൻ എടുത്തിട്ട് സ്വീറ്റ് പൊങ്കലാക്കി. അതിനുശേഷം ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കുറച്ചുണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഉഴുന്നെല്ലാം തലേദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി ഉഴുന്നുവട തയ്യാറാക്കി. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ സ്വീറ്റ് പൊങ്കലിൻ്റെ ഫൈനൽ ടച്ചപ്പും കൂടി ചെയ്യുകയാണ്. ഫൈനൽ ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഗീയിൽ കാഷ്യൂസും റേസിൻസും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ ഏലക്കായ ഇടാൻ മറന്നുപോയി, അപ്പോൾ അത് ഇടുകയാണ്. അങ്ങനെ പിന്നെ ഈ ഉഴുന്നുവടയുടെ മാവ് നല്ല ഇങ്ങനെ വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ല വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഇതങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് നമുക്ക് ഉഴുന്നുവട വന്നിട്ടുണ്ട്. വാവ്, സൂപ്പർ സെൽഫ് അപ്രീസിയേഷൻ. ഉഴുന്നുവടയ്ക്ക് ഷേപ്പ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. ബിക്കോസ് ഇതിൽ മാവിൽ വെള്ളം അധികം പാടില്ല. ബട്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. നമ്മൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടാൻ കുഴപ്പമില്ല, ബട്ട് വെള്ളം കൂടാനും പാടില്ല. സോ മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ട് കൈയും ഫ്രീ ആവേണ്ടതുകൊണ്ട് പിന്നെ ഞാൻ ഷേപ്പൊന്നും നോക്കിയില്ല, വേഗം എടുത്ത് ഞാൻ സ്പൂൺ കൊണ്ട് ഇട്ടു. അപ്പോൾ അതിൽ വേറെ ഷേപ്പായി, ബട്ട് ടേസ്റ്റ് സ്റ്റിൽ സെയിം. ടേസ്റ്റ് സൂപ്പർ തന്നെയായിരിക്കും. അങ്ങനെ സ്പൂൺ കൊണ്ട് വേഗം 2 സ്പൂൺ യൂസ് ചെയ്താൽ വേഗം ഇടാം. അതിൻ്റെ ഇടയിൽ നമ്മളുടെ സ്വീറ്റ് പൊങ്കലും റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്ത്. അങ്ങനെ കുക്കിംഗ് പാർട്ട് ഓൾമോസ്റ്റ് റെഡിയായി. ബട്ട് അപ്പോഴാണ് ഈ ഷേപ്പിലാണ് ലാസ്റ്റ്, ഇത് അടുത്ത സെറ്റ് തൊട്ട് ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. അതൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്നി അപ്പുറത്ത് പ്രിപ്പയർ ചെയ്യാണ്. വളരെ കുറച്ച് മാത്രം കോക്കനട്ട് യൂസ് ചെയ്തിട്ട് ബാക്കി ഒരു ഒനിയൻ ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് ഒനിയൻ ടൊമാറ്റോ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, പിന്നെ അതിൽ കോക്കനട്ടും കുറച്ച് പുളിയും, കുറച്ച് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ആഡ് ചെയ്യാൻ. ടൊമാറ്റോയുടെ പുളി ഉണ്ടാവും, ബട്ട് സ്റ്റിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അത് തണുക്കാൻ വെച്ചേക്കാണ്. തണുത്ത് കഴിഞ്ഞാൽ അത് ഗ്രൈൻഡ് ചെയ്ത് ചട്നിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ ഒരു സ്വീറ്റ് കൂടെ ഉണ്ടാക്കി. നമ്മളുടെ ഒബ്ബട്ടു, കർണാടകയിൽ ഒബ്ബട്ടു എന്നാണ് പറയുക. അതിന് തെലുഗുവിൽ ബൊബ്ബട്ടു, പിന്നെ പൂരൻ പോളി, നമ്മളുടെ കേരളത്തിൽ ബോളി എന്ന് പറയും. അതൊരു നല്ല സ്വീറ്റാണ്. മൈദയും പിന്നെ കടലപ്പരിപ്പ് ജാഗരി അല്ലെങ്കിൽ കോക്കനട്ട് ജാഗരി അങ്ങനെ എന്തെങ്കിലും ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മളുടെ ചപ്പാത്തി പോലെ അതിന് ഫില്ലിങ് വെച്ചിട്ട് പരത്തിയെടുക്കണത് നല്ല സ്വീറ്റാണത്. അത് ഗീയിലാണ് നമ്മളത് ഉണ്ടാക്കുക. കുറച്ചധികം എണ്ണയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതിൽ നല്ല കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്താൽ മതി, ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ. എന്നിട്ട് നെയ്യിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഫൈനലി ഒരു സ്വീറ്റ് ഉണ്ടാക്കി
അപ്പോഴേക്കും നമ്മളുടെ ടൊമാറ്റോ ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് ചൂടാറിയതൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ചട്നി റെഡിയായി. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്ന ലഡുയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലഡുവും കൂടി ഫൈനലി തയ്യാറായി. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പാർട്ടെല്ലാം ഓൾമോസ്റ്റ് ഡൺ. ഇനി സെർവിങ് ആണ്. അപ്പോൾ ആദ്യം കാരപ്പൊങ്കൽ, പിന്നെ സ്വീറ്റ് പൊങ്കൽ, പിന്നെ വട, ചട്നി, ദെൻ ഡ്രൈ ഫ്രൂട്ട് ലഡു ആൻഡ് ഒബ്ബട്ടു. അങ്ങനെ നമ്മളുടെ സംക്രാന്തി സ്പെഷ്യൽ ഡിഷസ് എല്ലാം റെഡിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.